ശ്രീ ആന്റോ പോരുകെടുക്കുകയാണ്. അനാവശ്യമായ പോരാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2001 തുടങ്ങി 2006 വരെ അന്ന് VS അച്യുതാനന്ദൻ സംസ്ഥാന പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവും കോടിയേരി ബാലകൃഷ്ണൻ ഉപപ്രതിപക്ഷ നേതാവുമായിരുന്നു. 2011 തുടങ്ങി 2016 വരെയും പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവും ഇവർ തന്നെയായിരുന്നു. VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. ഞാനൊരു കാര്യം നോക്കുകയായിരുന്നു. CPM ഇപ്രാവശ്യം 77 സീറ്റിൽ മത്സരിച്ചു, 26 സീറ്റിൽ വിജയിച്ചു. CPI 24 സീറ്റ് മത്സരിച്ചു, 8 സീറ്റിൽ വിജയിച്ചു എന്നുള്ളതാണ്. 2001 എന്താണ് സംഭവിച്ചത്? 2001 83 സീറ്റിൽ CPM മത്സരിച്ച് 23 എണ്ണത്തിൽ ജയിച്ചു. 2001 21 സീറ്റിലാണ് അന്ന് CPI മത്സരിച്ച് 7 സീറ്റിലാണ് വിജയിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെക്കാളും കുറവ്. ഇപ്രാവശ്യം 8 സീറ്റ് കിട്ടി, കഴിഞ്ഞ പ്രാവശ്യം 7 സീറ്റ് കിട്ടി, 2 സീറ്റ് കൂടുതൽ ഇപ്രാവശ്യം മത്സരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് CPIയുടെ സെക്രട്ടറി വെളിയം ഭാർഗവനാണ്. വെളിയം ഭാർഗവൻ എന്തുകൊണ്ടായിരിക്കും അന്നത്തെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ചോദിക്കായിരുന്നത്? വെളിയ ഭാർഗവൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ? വീണ് കിടക്കുന്ന എണീക്കലാണ് പാർട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. എനിക്കിപ്പോൾ അത് ഇവരോട് പറയാനുള്ള, രണ്ടുപേരോട് പറയാനുള്ള കാര്യമാണ്. വീണ് കിടക്കുന്ന എണീക്കലാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ തർക്കം ഉണ്ടാക്കലല്ല എന്നുള്ളതാണ്. അന്ന് കോടിയേരി ബാലകൃഷ്ണനെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്, പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് VS അച്യുതാനന്ദൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേര് കൊടുക്കുന്നത്. അത് ഒരിക്കലും LDF ചർച്ച ചെയ്തിട്ടല്ല. കാരണം എന്താ? LDF ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് ഇടതുപക്ഷം ഉണ്ടായ കാലം തുടങ്ങിയിട്ട് അത് CPMൻ്റെ കൈവശം ഇരിക്കുന്ന പോസ്റ്റാണ്, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും. ഈ രണ്ട് പോസ്റ്റും ആരല്ല LDF ചർച്ച ചെയ്യേണ്ട കാര്യം അന്നുമില്ല. അല്ല ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടായിട്ടില്ല, അത് ചെയ്യലുമില്ല. അതാണ് അന്ന് വെളിയം ഭാർഗവൻ പറഞ്ഞ എന്താണ്, അത് ഇതേ ചോദ്യം അന്ന് ചോദിച്ചിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രതിപക്ഷം നിൽക്കാൻ സമയത്ത് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവും ഉപപ്രതിപക്ഷ നേതാവ് ലീഗും എടുക്കുന്ന ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലി വെച്ചിട്ടാണ് അന്നും അക്കാലത്തും ഇക്കാലത്തും എല്ലാവരും ഇവർ വാദിക്കുന്നത്. പക്ഷേ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വീണെടുത്തുനിന്ന് എണീക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 41 സീറ്റിൽ നിന്നും പിന്നെ എന്താണ് 72 സീറ്റിലേക്ക് വന്നാൽ മാത്രമേ അധികാരത്തിൽ വരാൻ കഴിയുള്ളൂ. അടിസ്ഥാനപരമായ ഒരു പ്രശ്നം അവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇപ്പുറത്ത് VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. അന്ന് CPIക്ക് ഈ അസ്തിത്വ പ്രശ്നം പ്രതിപക്ഷത്തില്ല, അവരുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടായിരുന്നു. അന്നത്തെ അഭിപ്രായം ഏറ്റവും കൂടുതൽ ശക്തമായ പോരാട്ടം നടന്ന സമയം നിങ്ങൾ പറയുന്നത് പോലെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ പോരാട്ടം നടന്ന സമയം ഏത്? CPM പോരാട്ടം നടന്ന സമയമാണ്. 2000 എന്താ സംഭവിക്കുന്നത് അറിയോ? അന്ന് പിന്നെ എന്താണ് ഇന്ത്യയിൽ ഏക പ്രതിപക്ഷ പാർട്ടിയായി നിൽക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു. ഏത്? CPIനെ തകർത്തിട്ട് ഏക പ്രതിപക്ഷ പാർട്ടിയായി നിൽക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കിയാണ് വെളിയ ഭാർഗവൻ. നിങ്ങൾ പറഞ്ഞല്ലോ അന്നും ശക്തമായ നിലപാട് സ്വീകരിച്ചാണ്. ആ സമയത്തും വെളിയ ഭാർഗവൻ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. എന്താണെന്നറിയോ? ഇതെന്താണ്? ഇതൊരു പരാജയത്തിൻ്റെ പ്രശ്നമാണ്, ഇത് ഒരാളുടെ തലയിൽ കെട്ടിവെക്കേണ്ട ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം അതിലേക്കാണ് വരുന്നത്. എന്താണ് സംഭവം? ഇപ്പോൾ CPIയുടെ കുത്തക മണ്ഡലങ്ങളുണ്ട്. CPIയുടെ കുത്തക മണ്ഡലങ്ങളിൽ ആ കുത്തക മണ്ഡലങ്ങളിലെല്ലാം CPI പരാജയപ്പെട്ടു. അതിന് കാരണം എന്താ? അതിന് കാരണം ഈ പറയുന്ന ഇടതുപക്ഷ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണെന്ന് ചോദിക്കുന്നുണ്ടോ? CPMന്റെ അല്ലല്ല. അതെന്താണ്? അതാണ് ഞാൻ പറയുന്നത്. 3-1 ഭരണം, 3-1 സീറ്റുകൾ CPMും ജയിച്ചിട്ടുണ്ട്, പിന്നെ CPIയും ജയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 3 സീറ്റിൽ മത്സരിക്കുന്ന സമയത്ത് 1 സീറ്റിലാണ് ഇവർ ജയിച്ചിട്ടുള്ളത്. രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. കാരണം മൊത്തം 24 സീറ്റിൽ മത്സരിച്ചിട്ട് 8 സീറ്റ് 8 സീറ്റിലാണ് ജയിച്ചത്. മറ്റേ ഇപ്രാവശ്യം 77 സീറ്റിൽ CPM മത്സരിക്കുന്ന സമയത്ത് 26 സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ 3-2 6 7 21 3-6 18 78 സീറ്റ് 24 സീറ്റ്. അപ്പം 3-1 സീറ്റിൽ വെച്ച് ഇവർ രണ്ടുപേരും മത്സരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു കുറ്റവും ഇല്ല, ഞങ്ങളിവിടെ എല്ലാ കാര്യങ്ങളും വൃത്തിയായി ചെയ്തു, അതുകൊണ്ട് പിന്നെ തോറ്റുപോയി, അല്ലെങ്കിൽ CPM തോറ്റുപോയി, അല്ലെങ്കിൽ CPI തോറ്റുപോയി എന്ന് പറയാൻ പറ്റില്ലല്ലോ. CPIക്ക് കൂട്ടു ഉത്തരവാദിത്തം എന്ന് പറയുന്ന സംവിധാനം പരാജയങ്ങൾ മാത്രമല്ല, വിജയിക്കുമ്പോൾ മാത്രമല്ല, പരാജയത്തിനും കൂട്ടുത്തരവാദിത്തം ഉണ്ടാവണമെന്ന്. പരാജയത്തിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടാവണം, വിജയത്തിന് മാത്രം ഒരു കൂട്ടുത്തരവാദിത്തം എവിടെ നിന്ന് വരുന്നത്? അപ്പം പരാജയത്തിനും അതിനാണ് ഞാൻ പറയുന്നത്. ഒരു മുന്നണിയാകുമ്പോൾ എന്താണ് ചെയ്യാനുള്ള സമയത്തായിരുന്നെങ്കിൽ ശരിയാണ്. അല്ല ഞാൻ പറഞ്ഞു എന്താണ് ഇത്രയാവും. അല്ല ഞാൻ ഒരു കാര്യം പറയുന്നത്, എന്താണ് തോൽവി എന്ന് പറയുന്ന സീറ്റ് രണ്ടുപേരും കൂടെ 36 സീറ്റിലേ ജയിച്ചിട്ടുള്ളൂ.
അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് യോഗത്തിൽ എന്താണ് വിമർശനം ഉയർന്നത്? അല്ല, അത് CPM യോഗത്തിൽ CPI യോഗത്തിലൊക്കെ വിമർശനം ഉണ്ടാവും. ഇല്ലാതെ ഞാൻ പറഞ്ഞില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? 36 സീറ്റിലാണ് രണ്ടുപേരും കൂടെ ജയിച്ചത്. 36 സീറ്റിൽ ജയിച്ചു കഴിഞ്ഞാൽ ആ 36 സീറ്റിന്റെ ഉത്തരവാദിത്തം രണ്ടുപേരും കൂടെ ഏറ്റെടുക്കുക. ബാക്കി 104 സീറ്റിന്റെ ഉത്തരവാദിത്തം എന്ത് ചെയ്യുക? 160 രണ്ടുപേരും കൂടെ ഏറ്റെടുക്കുക എന്നുള്ളതല്ലാതെ അത് പിണറായി വിജയന്റെ മാത്രം തലയിൽ കെട്ടിവെക്കുകയും UDFന്റെ എന്താണ് CPMന്റെ മാത്രം തലയിൽ കെട്ടിവെക്കും. ഞങ്ങൾ എന്താ മകൾമാന്യന്മാരാണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ഈ പറയുന്ന ഒരു തെറ്റിനും ഉത്തരവാദിയല്ല, ഞങ്ങൾ ഈ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് PM ശ്രീയിൽ ഇപ്പം എന്താ നിലപാട്? PM ശ്രീ നിലപാട് സമരം നടത്തുന്നുണ്ടോ? ഈ ഗവർണറുടെ അടുത്ത് പിന്നെ എല്ലാ മന്ത്രിമാരും പോയി പിന്നെ പൊന്നാടി ഇടിക്കുകയും സംസാരിക്കുകയും ഈ കുന്നുമ്മൽ എന്ത് കുന്നുമ്മലാണ് പിന്നെ മോഹനൻ കുന്നുമ്മൽ പിന്നെന്താണ് ഇവിടെ CJP സമരത്തിൽ മിനിഞ്ഞാന്ന് കുട്ടികളോടെ കുറിച്ച് സംസാരിച്ചില്ലേ? നിങ്ങൾ പാറ്റകളാണോ സിംഹങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്നില്ല. എന്താ CPM നിലപാട്? എന്തേ പറയാത്തെ? എന്താ മിണ്ടാട്ടം ഇല്ലാതെ പോകുന്നത്? ഇതിനേക്കാൾ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയല്ലേ? ഇപ്പം നിലപാട് സ്വീകരിക്കണ്ടേ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇപ്പം CPI കണ്ടത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പിണറായി വിജയൻ ഇത് പറഞ്ഞതിന് ശേഷമാണ്. അതൊന്നല്ല, പിണറായി വിജയൻ ഈ പ്രതിപക്ഷ ഉപനേതാവിന്റെ കാര്യം പറഞ്ഞ സമയത്താണല്ലോ CPI കഴിഞ്ഞ ഒരു മാസമായിട്ട് കാണുന്നത്. ഒരു മാസമായിട്ട് ഒരു സമരത്തിനും കണ്ടില്ലല്ലോ. ഞങ്ങളെന്തോ PM ശ്രീ എന്ന് പറഞ്ഞിട്ട് എന്താണ് രാജ്യ മിനിസ്റ്റർ മുൻ മന്ത്രി രാജനടക്കം രാജനടക്കം പോയി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുകയും എന്താണ് വെള്ളം ചീറ്റിച്ച് സമരമൊക്കെ എടുത്ത് പിണറായി പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പോയ സമയത്ത് ആ ഒരു സമരം കണ്ടിട്ടുള്ളൂ. കാരണം അതിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പോയതാണ്. കാരണം എന്തുകൊണ്ടാണ് CPIക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങളാണ് എന്നുള്ള. അതിനുശേഷം നിലപാട് തിരിച്ച് അതിനുശേഷം പിന്നെ സമരം കണ്ടോ നിങ്ങൾ? അതിനുശേഷം സമരം കണ്ടോ? അതിനുശേഷം സമരം കണ്ടില്ല. അതിനുശേഷം എന്തൊക്കെയോ നിലപാടുകൾ RSSുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടപ്പിലാക്കി മുന്നോട്ട് പോയി. ഈ പറയുന്ന എന്താണ് വന്ദേ ഭാരത് ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടില്ലേ? എന്ത് നിലപാടാ CPI അതാണ് പറയുന്നത്. CPIനെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് കണ്ടത് എപ്പോഴാണ് നമ്മൾ? അല്ലെ ഒരു മാസമായിട്ട് കണ്ടത് എപ്പോഴാണ്? പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം തരില്ല എന്ന് പറഞ്ഞപ്പോഴാണ്. ഞാൻ പറയുന്നത് അതിനകത്ത് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമാണ് കേട്ടോ. ഞാൻ പറയുന്നത് എനിക്ക് വ്യത്യസ്ത അഭിപ്രായമാണ്. എന്താന്ന് പറഞ്ഞാൽ രണ്ടുപേരും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട സംവിധാനം എടുത്ത് തെരുവിലിട്ട് അലക്കാൻ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കും. പക്ഷേ ഒരു കാര്യം ശരിയാണ്. എന്താണ് ഒരു കാര്യം ഇതുവരെ എന്താണ് ഒരു കീഴ്വഴക്കമുള്ള സ്ഥിതിക്ക് ആ കീഴ്വഴക്കത്തിൽ നിന്ന് മാറാനുള്ള കാരണം ആദ്യം പറയണം. ആ മാറാനുള്ള കാരണം എന്ന് പറയുന്നത് പാർട്ടി പോയി ചർച്ച ചെയ്യലല്ല. അവർക്ക് എന്തെങ്കിലും ശക്തമായിട്ട് നിലപാട് സ്വീകരിച്ച് പറയണം. ഇന്ന കാരണങ്ങൾ കൊണ്ട് ആ കാരണം നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണം. ഒരു കാരണമില്ല, ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണമെന്ന് പറയുകയാണ്. അത് അംഗീകരിച്ചിട്ട് കൊടുക്കുന്ന സംവിധാനം CPMന് ഇല്ല. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന അതാണ് പറയുന്നത്. എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണം എന്ന് പറയുക. അപ്പോഴാണ് CPM ചർച്ച ചെയ്യുക. CPM ചർച്ച ചെയ്തിട്ട് പറയുക ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് തരാൻ കഴിയില്ലെങ്കിൽ തരാൻ കഴിയില്ല എന്നും തരാൻ കഴിയുമെന്ന് പറയും. പക്ഷേ എന്താണ് ആദ്യം തന്നെ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? LDF യോഗം ചേരുന്നതിന് മുൻപ് പറഞ്ഞാരാ? CPI ആണ്. അവിടെയാണ് പ്രശ്നം. LDF യോഗത്തിൽ പറയേണ്ട കാര്യം LDF യോഗത്തിലല്ലായിരുന്നു പറയേണ്ടത്. അത് പറയാതെ LDF യോഗം ചേരുന്നതിന് മുന്നേ ഇത് ചർച്ച ചെയ്തത് CPI ആണ്. പൊതുമുഖത്ത് കൊണ്ടത് പത്രമാധ്യമങ്ങൾക്കും പ്രസംഗത്തിൽ പറഞ്ഞത് CPI ആണ്. അതിനുശേഷം LDF പറഞ്ഞിട്ട് കേൾക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം വേണം, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോൾ അതിനകത്തൊരു പ്രശ്നമുള്ള എന്താണെന്നറിയോ? ഞാൻ എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു. പക്ഷേ എന്താണ് ഒരു പൊതുബോധത്തെ സംബന്ധിച്ച് ഒരു പാർട്ടി പ്രവർത്തകരെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ നിലപാടും കൂടെ ചർച്ച ചെയ്യേണ്ട സ്ഥലമാണ് പാർട്ടി യോഗങ്ങൾ അല്ലേ? പാർട്ടി LDFന്റെ യോഗം അവരുടെ നിലപാടും കൂടി അവിടെയാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര വഷളാവില്ല എന്ന് ഞാൻ പറയുന്നത്. അതിനുശേഷമാണ് TP രാമകൃഷ്ണൻ അങ്ങോട്ട് പോയി സംസാരിച്ച് പറഞ്ഞത് ചർച്ചയാകാമെന്ന്. അങ്ങനെയല്ലല്ലോ. അത് ആ TP രാമകൃഷ്ണൻ മാത്രമല്ലല്ലോ. അല്ലല്ല അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക? അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഈ പറയുന്ന പിണറായി വിജയൻ എങ്ങനെ പറഞ്ഞൂടെ? നിങ്ങൾക്ക് പ്രസംഗത്തിൽ പറയാം എന്ത് ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണം. ഇത് LDF ഈ ഏകപക്ഷീയമായ ഏകപക്ഷീയമായ നിലപാട് ആദ്യം ആരാ പറഞ്ഞത്? ആദ്യം പറയാം CPI അല്ലേ? പരാജയത്തിന് കാരണം പിണറായി വിജയൻ എന്ന ഏകപക്ഷീയമായ CPIക്കകത്തെ ഓരോ ഘടകങ്ങളിൽ നടന്ന യോഗങ്ങളിലും വിമർശനം ഉണ്ടായി. അതാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് CPI പണ്ട് കാലം തുടങ്ങി വലിയേട്ട വലവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയോ ഈ ഒരു കാലത്ത് പിന്നെ EMSന്റെ അല്ലേ
പിന്നെ EMS-ന്റെ സർക്കാർ താഴെ പോയി 69 സർക്കാർ താഴെ പോയി. എന്താ കാരണം? എന്തായിരുന്നു കാരണം? വലിയേട്ട മനോഭാവമാണ് EMS എന്ന് പറഞ്ഞിട്ടാണ് രാജിവെച്ച് പോയത്. എന്നിട്ട് ആ സർക്കാർ താഴെ പോയി. അന്നുള്ളതാണ് വലിയേട്ട മനോഭാവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നൊന്നുമില്ല. 69 ഇത് 2026 ഇതുവരെ മാറിയിട്ടില്ല. ഇതുവരെ മാറിയിട്ടാണ്. ആരെ കുറ്റം പറയാൻ പറ്റും? 1969 വലിയേട്ട മനോഭാവം പറഞ്ഞ് ഭരണത്തിലിരുന്ന സർക്കാർ വലിച്ചു താഴെയിട്ട് പോയ ആൾക്കാരാണ്. അപ്പൊ പിന്നെ ഇതേക്കുറിച്ച് ന്യായീകരണം പറയാനൊക്കെ ഞാനതോടെ പറയുന്നത്, ഞങ്ങൾ വലിയ നല്ലമുള്ള വെച്ചിട്ട് മുന്നോട്ടുള്ള പോകുന്നത് നല്ലതല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. തോൽവിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്താണ്? തോൽവിയുടെ ഉത്തരവാദിത്തം കൂട്ടുത്തരവാദിത്തമുള്ള സർക്കാരായിരുന്നില്ല. കൂട്ടുത്തരവാദിത്തത്തിലല്ല തീരുമാനം. അതാണ്. അപ്പൊ അന്ന് വിമർശിക്കണം. PMശ്രീയുമായി ബന്ധപ്പെട്ട നിലപാടെടുക്കേണ്ടത് LDF. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പരാജയം അതാത് പാർട്ടികൾ തീരുമാനിച്ച് പിന്നീട് LDF യോഗം ചേർന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ പറയുന്ന CPI-യുടെ യോഗങ്ങളിലടക്കം ഈ ആവശ്യം ഉന്നയിക്കണമെന്ന് വാർത്തകളടക്കം വന്നതിന് ശേഷം പിന്നെ LDF യോഗമേ ചേർന്നില്ല ഈ ആവശ്യം ഉന്നയിക്കാൻ. അതാണ് മാധു ഞാൻ പറഞ്ഞത്. ഭരണത്തിലിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭിന്ന അഭിപ്രായം പറയാം. അത് ഭരണത്തിലിരുന്ന സമയത്ത് ശരി. നിങ്ങൾ ഭരണത്തിൽ പുറത്തു പോകുന്ന അഭിപ്രായം പിന്നോട്ട് പോകാൻ പറ്റില്ല. ശക്തമായ നിലപാട്. അത് ഞാൻ PMശ്രീയുമായി ബന്ധപ്പെട്ടില്ല, RSSുമായി ബന്ധപ്പെട്ട നിലപാടാണ് CPI എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താ? PMശ്രീ എന്നുള്ളതാണ്. RSSുമായി ബന്ധപ്പെട്ട ശേഷം എത്രയോ പ്രശ്നങ്ങൾ വന്നു ഈ 100 ദിവസത്തിനുള്ളിൽ. ഒന്നിനും കാര്യമായിട്ട് നമ്മൾ കണ്ടില്ല. ഞാൻ പറയുന്നത് നമ്മൾ ഈ പുകമറ സൃഷ്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിൽ ഒരു വലിയ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ PMശ്രീയുമായി ബന്ധപ്പെട്ട് CPI-യുടെ യുവജന സംഘടനകൾ ധാരാളം സമരങ്ങൾ ഈ പ്രതിപക്ഷത്ത് പോയതിനു ശേഷവും സർവകലാശാലയുമായി കണ്ണൂര്, കാസർഗോഡ് എല്ലായിടങ്ങളിലും. ശരി, അതാണ് ആ സമരത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. അത് അവർക്ക് ചെയ്തേ കഴിയുള്ളൂ. കാരണം അവർ ഭരണത്തിലുള്ള സമയത്ത് അവർ മുന്നോട്ട് വെച്ച കാര്യം ഞാൻ പറഞ്ഞത്. RSSുമായി എതിരെയുള്ള നിലപാട് എന്ന് പറയുന്നത് ഒരു PMശ്രീ മാത്രമാണോ? അല്ല. അപ്പൊ അത് കഴിഞ്ഞില്ല. ഞാനതുകൊണ്ട് വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിങ്ങൾ കണ്ടോ? വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയാണ് ബിനോയ് വിശ്വം മാത്രമാണ് ആ പാർട്ടി തീരുമാനം എടുക്കുന്നത് പറഞ്ഞാൽ സമ്മതിക്കോ? പറ്റില്ലോ. ഇത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് അല്ലേ. ആ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്. യോജിച്ചുള്ള സമരങ്ങൾ വേണമോ എന്ന കാര്യത്തിൽ അവർക്ക് സംശയമുണ്ടെന്നേ. യോജിച്ചാണോ മുന്നോട്ട് പോകേണ്ടതെന്ന് തീരുമാനം എടുക്കട്ടെ ആദ്യം. യോജിച്ചാണോ മുന്നോട്ട്? അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അവരിപ്പോ CPI-ന്റെ യോഗം ചേർന്നിട്ടുണ്ടോ? ഈ CPI-ന്റെ യോഗം ചേർന്നിട്ടുണ്ടല്ലോ. സെക്കൻഡ് കൊണ്ടൊരു വിനേഷം വന്നിട്ട് മറുപടി പറഞ്ഞത് ആണോ? അല്ലല്ലോ. ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് CPI എല്ലാ നേതാക്കളും മന്ത്രിമാരടക്കമുള്ളവർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാണ്. ഈ കാര്യത്തിൽ CPI-ക്കുള്ളിൽ പിണറായി വിജയന്റെ തലയിൽ കെട്ടിവെച്ചതിനെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നവരുടെ പ്രശ്നമാണ്. അത്രേ ഉള്ളൂ. നേരിടുമ്പോൾ ആ നേതാവിനുള്ള അതെല്ലാ കാലത്തും ആരാണോ മുഖ്യമന്ത്രി നിങ്ങൾ 2016 പിന്നെ ഇലക്ഷന്റെ സമയത്ത് എന്തിനാ ഉമ്മൻചാണ്ടിനെ വെച്ച് നേരിട്ടത്? അവിടെ കേരളത്തിൽ പറഞ്ഞ കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനമാണോ CPM? കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനം അല്ല. അതാണ് ആരാണോ മുഖ്യ. രൂപത്തിലൊന്നുമല്ല ഈ പ്രചാരണം നടന്നത്. 2016 CPM ആരെ വെച്ച് നായക പദവിയിലേക്ക് പക്ഷെ ആരെയും മുൻനിർത്തി ആയിരുന്നില്ല തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് പാർട്ടി. എല്ലാ കാലത്തും അങ്ങനെ ഒരു കീഴ്വഴക്കം മാറ്റണമെങ്കിൽ അത് പാർട്ടി വേദിയിൽ ഒരു ഒറ്റ കാര്യമുള്ളൂ. VS വന്ന് ആ സമയത്ത് അതാണ് പറയുന്നത്. അതാണ് പറയുന്നത്. അതുകൊണ്ട് അന്ന് ഞാൻ 2011 കാര്യം 2001 കാര്യം പറയാം. വെളിയം ഭാർഗവന്റെ കാര്യം അവിടെയാണ് തുടങ്ങിയത്. വെളിയം ഭാർഗവൻ പറഞ്ഞ കാര്യമാണത്. വെളിയം ഭാർഗവൻ അതിനേക്കാൾ ഞാൻ പറയുന്നത് പിന്നെന്താണ് ഓരോ കാലത്തും ഓരോ ആവശ്യത്തിനും
കാരണങ്ങളുണ്ട്. മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞാൽ 26 സീറ്റ് ഇപ്പൊ സീറ്റുള്ള അങ്ങ് സീറ്റ് എണ്ണിയിട്ട് കാര്യമില്ലെന്നേ. സീറ്റ് ആകെ തുകയായി ഇങ്ങനെ കിട്ടാനുള്ള കാരണമാണ് പൊതുവെ ഒരുമിച്ച് പരിശോധിക്കേണ്ടത്. ആ ഒരുമിച്ച് പരിശോധിക്കുന്നത് നോക്കൂ, 2001 സാഹചര്യമല്ല ഇപ്പോഴത്തെ അന്നൊരു സാഹചര്യം ഇന്നത്തെ സാഹചര്യം ഉണ്ട്. ശരി, അപ്പൊ പഴയ തുടരാം. പഴയ വിഷയങ്ങൾ ഒറ്റ കാര്യമുള്ളൂ. ഈ ഒരു കീഴ്വഴക്കം തെറ്റിക്കുന്ന സമയത്ത് പാർട്ടി യോഗത്തിലാണ് ആദ്യം പറയേണ്ടത്. അത് തെറ്റിച്ച CPI ആണ്. അപ്പൊ പിന്നെ ഇത് പറയും ക്യാബിനറ്റിൽ രാഷ്ട്രീയ വിഷയങ്ങളും നയവിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നുള്ള കീഴ്വഴക്കം ഉണ്ടായിരുന്നോ? ക്യാബിനറ്റിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ള കീഴ്വഴക്കം ഉണ്ടായിരുന്നോ? ചർച്ച ചെയ്യാനുള്ള അവസരവും അതുപോലെ അഭിമാനവും ഇല്ലാതെ പോയിടത്താണ് CPI നിലപാടെടുത്തത്. അത് സംസാരിക്കുകയും അത് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യും, അവർ തീരുമാനം എടുക്കുകയും PMC പിന്നോട്ട് പോകാൻ തീരുമാനിച്ചല്ലോ. ആ മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. CPM നിലപാടെടുത്തതിന് വരില്ല. മാത്രമല്ല ഒപ്പിട്ടിട്ടല്ല മുന്നണി ചർച്ച. അതൊക്കെ ശരി, അതിന് ശക്തമായി എതിർത്തു CPI. ഞാൻ അഭിപ്രായം വ്യത്യാസം പറഞ്ഞില്ലല്ലോ, അതിലൊക്കെ ശക്തമായി ഞാൻ ഇവിടെ അതുകൊണ്ടാണ് കൊടുക്കേണ്ടി വന്ന ഒരു മുന്നണിയിൽ തുടരാൻ അവർക്ക് കൃത്യമായ അവകാശവാദങ്ങൾ ഉണ്ടായിരുന്നു. കാര്യത്തിന്റെ അകത്ത് ഈ കാര്യം ആദ്യം പുറത്തു പറഞ്ഞത് CPI ആണെന്നുള്ള അഭിപ്രായം പുറത്തു പറഞ്ഞതിന് കാരണം ഉണ്ടെന്നേ. അവിടെ നിൽക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് പ്രതിപക്ഷമായിട്ട് പാർട്ടികൾ ഒറ്റ മിനിറ്റ് അല്ല, അങ്ങനെ പുറത്ത് പറയുമ്പോഴും CPM അപഹസിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ പോസ്റ്റ് വേണമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ CPM എന്താ ചെയ്യുന്നത്? അവരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. CPI പുറത്ത് പറയുമ്പോഴും ഞങ്ങൾക്ക് ഈ പോസ്റ്റ് വേണം എന്നേ പറയുന്നുള്ളൂ. അപ്പോഴും അപമാനിക്കുന്നില്ല. ഞങ്ങൾക്ക് പോസ്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും ഞാനാണ് എഴുതി കൊടുക്കുന്നത്. ആ എഴുതി കൊടുക്കുന്നതിന്റെ പേര് തന്നെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞാൻ മാത്രം എന്ന് തന്നെയാണ്. ഞാൻ തന്നെ എന്ന് മാത്രമല്ല, ഞാൻ തന്നെ. അതുകൊണ്ടാണ് ഈ രാജ പറഞ്ഞത് പിണറായി വിജയൻ ശരി അങ്ങനെ തന്നെ തുടരട്ടെ. തീരുമാനം എടുത്താലേ പാർട്ടി സെക്രട്ടറി കടുക്കുന്നു എന്നുള്ള ചോദ്യത്തിന് യെസ് എന്നാണ് 4 പേരും അഭിപ്രായപ്പെട്ടത്. Meet the editors.